വിയറ്റ്നാമിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ കാഴ്ച കുച്ചി ടണലിൻ്റെ കാഴ്ചയാണ്. കുച്ചി ടണൽ എന്ന് പറയുന്നത് വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് അമേരിക്കൻസ് വിയറ്റ്നാമിനെ ആക്രമിച്ചപ്പോൾ വിയറ്റ്നാം സോൾജേഴ്സ് രക്ഷപ്പെടാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയ ടണൽസാണ്. ഒരാൾക്ക് മാത്രം നൂണ്ടു പോകാൻ പറ്റുന്ന ടണൽസാണ്. അതിങ്ങനെ പല തട്ടിലിങ്ങനെ അവർ ടണൽ പണിതിട്ടുണ്ട്. അതിനടിയിൽ തന്നെയാണ് അവരുടെ ഹോസ്പിറ്റൽ, അവരുടെ കിച്ചൺ, അവരുടെ ആർമി ബേസൊക്കെ അതിൻ്റെ അകത്തിരുന്ന് അവർ ഓപ്പറേഷൻസൊക്കെ നടത്തുന്നത്. ഈ അമേരിക്കൻസ് മിക്കവാറും അവരുടെ ടണലിൻ്റെ എൻട്രൻസ് കണ്ടുപിടിച്ചിട്ട് അതിലൂടെ പോയിസണസ് ഗ്യാസൊക്കെ കടത്തിവിട്ട് കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഭയങ്കര ഫീൽ ചെയ്യും, ക്രൂരത ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ ഈ കുച്ചി ടണൽ ഒരു കാടിനുള്ളിലാണ്, ഏക്കർ കണക്കിന് കാടാണ്. അപ്പോൾ അവിടെയുള്ള മരങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഡയറക്ഷൻസ് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആരും ഒറ്റയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യാറില്ല. ഗൈഡ് കൂടെ ഉണ്ടാവണം, ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെ ഗൈഡ് ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഞങ്ങൾക്ക് തന്ന ഗൈഡ് ലൈൻസിൽ ഏറ്റവും ആദ്യം പറഞ്ഞ എങ്ങനെയാണ്, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്വയം വഴി കണ്ടുപിടിക്കരുത്. എവിടെയാണോ നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിങ്ങനെ ബെഞ്ചസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു ആ ബെഞ്ചിലിരിക്കുക, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണ്ട, ഐ വിൽ ഫൈൻഡ് യു, ജസ്റ്റ് സിറ്റ് ദെയർ. ഇന്നത്തെ ഗോസ്പലിലെ സക്രിയ ഗീതി പറയുന്നത്, അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവരെ ഉന്നതത്തിൽ നിന്ന് ഉഷസ് സന്ദർശിച്ചു എന്ന് പറയാം. അപ്പോൾ വെട്ട ആർക്കാ വന്നേ? അന്ധകാരത്തിലിരിക്കുന്നവർക്ക്, മരണത്തിൻ്റെ നിഴലിലിരിക്കുന്നവർക്ക്. നമ്മളൊക്കെ മരണത്തിൻ്റെ അന്ധകാരത്തിൻ്റെ നിഴലിലിരിക്കുന്ന ആൾക്കാരാണ്. വേറെ ഡാർക്ക്നെസ്. പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരും, ഇതാണ് ശരിയായിട്ടുള്ള വഴി, ഈ വഴിയിൽ വെട്ടമുണ്ടെന്നൊക്കെ പറഞ്ഞു വരും. പോകരുത്. ശരിക്കുള്ള വെട്ടമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നിങ്ങൾ അന്ധകാരത്തിലാണോ ഇരിക്കുന്നത്, മരണത്തിൻ്റെ നിഴലിലാണ് ഇരിക്കുന്നത്, അവിടെ ഇരിക്കുക. യു ജസ്റ്റ് സിറ്റ് ദെയർ, ദ ഡോൺ വിൽ കം. വെട്ടം വരുന്നേ, പ്രഭാതം വരും, അത് ക്രിസ്തുവാണ്.